സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പങ്കുവച്ച ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മുകളിൽ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്ഥാനത്ത് സാധാരണയായി പ്രത്യക്ഷപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ഒഴിവാക്കി അതിനു പകരം ഹിന്ദുത്വ ആശയവാദിയായ വിനോദർ ദാമോദർ സവർക്കറുടെ ചിത്രം സ്ഥാപിച്ചതാണ് ഈ വിവാദത്തിന് കാരണം. ഇത് യാദൃശികമല്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മറിച്ച് ചിത്രം പുനരാഖ്യാനം ചെയ്യാനുള്ള സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമാണിതെന്നും അവർ പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത മഹത്തായ നേതാക്കളെ മാറ്റി സ്ഥാപിച്ച് രാഷ്ട്രീയ ധാർമ്മിക ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണിതെന്നും വിമർശകർ പറയുന്നു. നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ നേതാവും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറ സ്ഥാപിക്കുന്നതിനും മതനിരപേക്ഷ ജനാധിപത്യം, ശാസ്ത്രീയ ചിന്താഗതികൾ എന്നിവയെ ശക്തിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകിയ നേതാവായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ BJP ഭരണകൂടം അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണിതെന്നും ചരിത്ര പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നെഹ്റുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പരിപാടികളിൽ അദ്ദേഹത്തെ പരാമർശിക്കാതിരിക്കുക, നിരവധി രീതികളിലാണ് ഈ ചരിത്ര വിമർശനം നടക്കുന്നത്.